പുറത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഹൈപ്പാക്കി പറയാനൊന്നുമില്ല. എന്നാലും ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു സർവൈവൽ പരിപാടി. അപ്പം പടത്തെ പറ്റി നമുക്ക് ഭയങ്കര ഹൈപ്പായിട്ട് പറയാനൊന്നുമില്ല. സർവൈവൽ പരിപാടി ഒരുപാട് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റ്, ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനെ ഒരു ക്രൈം ത്രില്ലറും അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായാലും ഈ ഒരു സാധനം നമുക്കൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. അതോടൊപ്പം ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം അദ്ദേഹം ബാക്കി കംപ്ലീറ്റ് പോകുന്നത് കാട്ടിലേക്കാണ്. പിന്നെ മെയിൻലി പറയുന്ന ഒരു കാട്ടുപന്നി ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു കഥയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അമീറിനെ എനിക്ക് നേരത്തെ അറിയാം. അമീർ എൻ്റെ ഒരു സിനിമയിൽ, മൈ ലൈഫ് പാർട്ട്ണർ സിനിമയിൽ സുദേവനോടൊപ്പം തന്നെ ഒരു പ്രധാന ഈക്വലായിട്ട് പങ്കുവച്ചാണ് വേഷം. അപ്പോൾ ആ വർഷത്തെ ബെസ്റ്റ് ആക്ടർ സുദേവായിരുന്നു. പക്ഷെ ആ വർഷം അമീർ ഒപ്പമുണ്ടാകുന്ന പറഞ്ഞതാണ്, പക്ഷേ അത് എവിടെയും മിസ്സായി പോയി. തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അഭിനയം വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഈ തേറ്റ എന്നോട് അമീറാണ് പറഞ്ഞ് ഇങ്ങനൊരു സിനിമയുണ്ട്, അതിനൊരു കഥാപാത്രമുണ്ട്, ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അവനവൻ്റെ സിനിമകളും അവനവൻ്റെ കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും മിഴിവിട്ടതാകണം അല്ലെങ്കിൽ മനോഹരമാണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തത് ഇത് എനിക്കൊന്നും, ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിൻ്റെ സബ്ജക്റ്റ് വൈസ് ഇതൊരു വല്ലാത്തൊരു ഔട്ട്സ്റ്റാൻഡിങ് സബ്ജക്റ്റ് ആയിരുന്നു. ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലിങ്ക്, അതായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. പക്ഷേ അത് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ടീം ഓഫ് ആൾക്കാർ അതിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയത്. ഓരോരുത്തർക്ക് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ചിട്ട് ജീവിക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം, സംവിധായകനാകണം, മറ്റാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ഒരു എഫോർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ. അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അവിടെ എത്ര തിരക്കാണെങ്കിൽ ഞാൻ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ 20-ാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോവാണ്. അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്നൊരു സുഖമുണ്ട്. അത് എത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കുമെന്നതിനെ ബേസ് ചെയ്താണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ട്ണർ എന്നൊരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ഷെജിൻ അറിയാവുന്നതാണ്. അപ്പം വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാൾ അതിലേക്ക് കടക്കണമെന്ന്. പക്ഷേ ആ കഥവ് തുറന്നു വരാൻ അധികം പേര് വന്നില്ല. കാരണം സ്വവർഗ പ്രണയം എന്നൊരു വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു. ഇന്ന് കാതൽ വാദോരാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ വാതിൽ തുറന്ന് ആരെങ്കിലും ഒക്കെ കടന്ന് എൻ്റെ സിനിമ തിരശ്ശീലയിൽ കാണണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്ന് ആരും അധികം പേര് വന്നില്ല. പിന്നീട് അതിന് ഒരുപാട് അവാർഡുകളും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധേയപ്പെട്ടത്. തേറ്റയ്ക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം തേറ്റ പൂർണ്ണ ഒരു രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു എഫോർട്ടിൽ ആ സിനിമ എവിടേക്കോ ഒരു നല്ല ജീവനോടുകൂടി തിരശ്ശീലയിൽ തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു മൂകസാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാനും കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു കഥാപാത്രവുമായിട്ട്. ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് നിർമ്മിക്കാൻ പറ്റിയത്. എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ കൂട്ടുകാരന്മാർ ശരത്ത്, റനീഷ്, അതുപോലെ വേറെ ഒരിക്കലും എങ്ങനെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റാതെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എനിക്കിങ്ങനെ പറയില്ല. നിങ്ങളെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടൊന്നുമില്ല ഇത് നിങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമസ്കാരം. എൻ്റെ സിനിമ ഈ സിനിമയുടെ ക്യാമറ ഞാൻ മാത്രമല്ല, വേറെ എൻ്റെ സുഹൃത്തു കൂടി ഫാസ്റ്റ് ഇതിലേക്ക് എത്തിയത് റനീഷ് ഫൈനലി ഈ സിനിമയിലേക്കാണ് എത്തിപ്പെടുന്നത്. പിന്നെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരു സുഹൃത്തുക്കളെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ഈ സിനിമയുടെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. അതിൽ ഞാനൊരു ക്യാമറ ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് ശരത് വിക്രം. എൻ്റെ ആദ്യ സിനിമയാണത്. പിന്നെ
ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു 4-5 സിനിമകളിലൊക്കെ പോയിരുന്നു. പിന്നീട് അതിലൊന്നും എനിക്ക് മര്യാദയ്ക്ക് എന്താ പറയുക അതിനകത്ത് സെറ്റാവാൻ പറ്റിയില്ല. പിന്നീട് ഈ മോഹങ്ങളൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞു പല ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട്. പിന്നീട് എല്ലാ മോഹവും വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ തേറ്റാന്ന് പറഞ്ഞ സിനിമ ഞാനും എൻ്റെ കൂട്ടുകാരൻ റനീഷ്, അതുപോലെ എൻ്റെ കൂട്ടുകാരൻ തന്നെ അസീസ് റംസൽ അസീസ്, പിന്നെ ശരത് വേണുഗോപാൽ, അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ സിനിമ സംഭവിച്ചു. ഒരുപാട് സന്തോഷം. എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് സിനിമയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള വേദികളൊക്കെ മൊബൈലിലൂടെയും ചാനലിലൂടെ ഇങ്ങനെ കാണാനല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം എനിക്കും കൂടി സാധിച്ചു എന്നുള്ള ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ സിനിമ ഒന്ന് കാണണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭദ്ര, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പ്രവർത്തകർക്ക് ഞാൻ നന്ദി പറയുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീഡിയാസ്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. പിന്നെ തേറ്റ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തേറ്റ മൂവിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. തേറ്റ മൂവിയുടെ കഥ കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു കഥയാണ്. തേറ്റ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത പ്രൊഡ്യൂസർ ബിനീഷ് സാറിനും അതുപോലെ ഡയറക്ടർ റനീഷ് സാറിനും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. തേറ്റ മൂവിയുടെ ക്രൂ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ അമീർ നിയാസിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തേറ്റ മൂവി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എൻ്റെ ഒരു മൂവി ഇപ്പോൾ ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേര് ഇനിയും. ആ മൂവി റിലീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം ശങ്കരൻ എന്നാണ്. ശങ്കരൻ ഒരു സാധു ഒന്നുമില്ല. ചെറുപ്പത്തിലെ ഒരു അപകടം പറ്റി അച്ഛൻ്റെ കൂടെ വേട്ടയ്ക്ക് പോയിട്ട് കാട്ടിലേക്ക് കയറാൻ പേടിയായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു സമയത്തുമ്പോൾ പുള്ളിക്ക് കയറേണ്ടി വരുന്നതാണ് കാട്ടിലേക്ക്. വലിയ ഇതായിട്ടൊന്നും സാധാരണ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഞാൻ അമീറിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അത് വളരെ ശക്തമായ കഥാപാത്രമാണ്. കുറച്ചേ ഉള്ളെങ്കിലും ഒരു എന്താ പറയുക, മകനെ കാടിനെ പേടിക്കുന്ന, കാടിൻ്റെ ഇരുട്ടിനെ പേടിക്കുന്ന ഒരു മകൻ്റെ എന്താ പറയുക ധൈര്യമുള്ള ഒരു അച്ഛനായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ ഞാൻ അത് ഡയറക്ടറെ കുറിച്ച് പറയാൻ വിട്ടുപോയാണ്. അദ്ദേഹം മലയാള സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു സംവിധായകൻ്റെ ഒരു സംവിധാന സഹായിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിൻ്റെ ഒരു മിഴിവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു സർവൈവൽ പരിപാടി. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു മൃഗമായി തീരുന്നൊരു സംഭവമാണ്. അവർക്കാണ് ഞാൻ പറഞ്ഞ ഒരു സർവൈവൽ. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. പോസ്റ്റർ കാണുമ്പോൾ വയലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ വയലൻസിനെതിരെയാണല്ലോ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഉണ്ണിമുന്തൻ പോലും നാട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. വയലൻസ് ആണോ എന്താണ്? അല്ല, ഇത് വയലൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ്. അയാള് പോസ്റ്റർ കാണുന്ന പോലെ തന്നെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നത്. പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ആളൊരു സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ ആ ഒരു കാട്ടിലേക്ക് എത്തുന്നു, അവിടുന്ന് പുള്ളിയുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു, അച്ഛൻ നഷ്ടപ്പെടുന്നു, ഒരു പേടി വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു അതിലേക്ക് പോകണം. അത് അതിനൊരു സ്റ്റെപ്പായിട്ട് തന്നെ പോകുന്നു. മനുഷ്യൻ എങ്ങനെ ഒരു ദേഷ്യം അയാൾക്ക് വന്നു വിടുന്നു, അത് പ്രോപ്പർ വേയിൽ അത് പോകുന്നുണ്ട്. അല്ലാണ്ട് ഇതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരിപാടിയിൽ എടുത്തിട്ടില്ല. ഹലോ ബ്രോ, ഓക്കെ ശരി ബ്രോ, ഇപ്പോൾ പോസ്റ്ററിൽ ഒത്തിരി മുറിവുകളും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തതെന്ന്, മീൻസ് ഈ ഫൈറ്റ് സീൻസ് ആയാലും സർവൈവൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ?
ഐ മീൻ പൈപ്പ് വെള്ളത്തിന് പറ്റിയിരുന്നോ അല്ലെങ്കിൽ ഇത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു? എനിക്ക് ഏറ്റവും ഭയങ്കര റിസ്ക് ആയിട്ടിരുന്നത് എനിക്ക് ഒരു കാല് മടങ്ങിയാതെ ഒരു ചാടി വന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മടക്ക് വീണോ അതിൻ്റെ ഒരു ഫ്രാക്ചർ വന്നതാണ്. പക്ഷെ നമുക്ക് ഫിലിം ഒരു ആ കാർഡ് നമുക്ക് ഇത്ര സമയത്തേക്കേ ഉള്ളൂ, ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് കൂടി ഉള്ളൂ ആ കാർഡ്. അപ്പം ഫിലിമിൽ പരിക്ക് പറ്റുന്നത് ഈ കാലം, ശരിക്കും പരിക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ കാലം. അപ്പം അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ചികിത്സക്കുള്ളത് ഇപ്പോഴും തരണം, കാലം റെഡിയായിട്ടില്ല. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് ഡ്യൂപ്പും മുതൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ബ്രോ ഇപ്പോൾ എത്ര നാൾ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സിറ്റി ലൈഫിലൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ബ്രോ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നു? ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അല്ല ഒന്നുമില്ല, നമ്മളിപ്പോൾ സിറ്റി ലൈഫും ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസറായിട്ട് ഉള്ളിലേക്കല്ല കേട്ടോ, ഇതേപോലെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ നമ്മുടെ ക്യാരക്ടറിനോട് ചേഞ്ചും വന്നിട്ടില്ല, സെയിം അത് തന്നെ. പിന്നെ നമ്മൾ ഈ പടത്തിലൊരു പ്രശ്നം മൊബൈൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. അതൊരു പ്ലസ്. പിന്നെ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആവാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളൊരു ടീം വർക്ക് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു സജഷൻ എന്തുണ്ടെങ്കിലും അത് പറയാം, ഒരു ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഇതിൽ ഒരു മൂഡനുസരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു 2 സിനിമകളിൽ. എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം? നല്ലൊരു പടാരം പിടിക്കട്ടെ, പടം ഇല്ലാതല്ല 3-4 ഉണ്ടാവും. ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ 2020-21 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് അത് കൊറോണയായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റ്. അപ്പോൾ കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ വന്നു, വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനു വേണ്ടി സത്യം പറഞ്ഞ ഒരു 4 വർഷത്തോളം ഒരുപാട് ഇതിനു വേണ്ടി തന്നെ മുടിയും താടിയും വളർത്തി കുറേ നാളെ ഞാൻ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് പടങ്ങൾ അങ്ങനെയും പോയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ അധികം പടവും വന്നിട്ടൊന്നും കിട്ടും, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരിക്കലും അത് ഞാൻ ഇടക്കാലത്ത് കഷ്ടപ്പെടാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല ഇവിടെ. നമ്മളായിട്ട് ഇറങ്ങി കഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ അതല്ല നമ്മൾ എൻ്റെ ഇതിൽ കുറച്ച് ഒരു ആക്ഷൻ മൂഡ് ഓഫ് സാധനം ആയതുകൊണ്ട് എല്ലാത്തിലും എങ്ങനെ എടുക്കേണ്ടാകുന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. സർവൈവൽ പരിപാടി നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടുന്നത് എല്ലാവരും കിട്ടുന്നില്ല. ഞാനതൊക്കെ അന്ന് കൂട്ടി പിന്നെ അതിലേക്ക് നിന്നത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയില്ല, ഒന്നായിട്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പറ്റും കൂടുതലും ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ്. അതിൽ വന്നിട്ടില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മസിലുള്ളതല്ല എനിക്ക് പറ്റുന്നത് അതാണെന്ന് തോന്നുന്നു. നിങ്ങളിത് കണ്ടു നോക്കിട്ടോ, ഞാനല്ല അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞത്. എനിക്ക് ആക്ഷൻ പടത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോഴും ആക്ഷനായിട്ട് തന്നെയാണ് ഫസ്റ്റ് വന്നിറങ്ങിയത്. തീർച്ചയായും ബോഡി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ബോഡിയോ? അല്ലല്ല, എൻ്റെ പണ്ടായിട്ട് ബോഡി സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി ഒരു മുടി വളർത്തിയിരുന്നു, മുടിയെ താടി അതിനു വേണ്ടി വളർത്തിയിരുന്നു, അല്ല വേറെ ശരിയായിട്ടില്ല. പിന്നെ സോറി, പിന്നെ നമുക്ക് ബോഡീൻ്റെ ടോട്ടലി ആ ഒരു ഫിറ്റ്നസിൻ്റെ ഒരു ഷേപ്പ് മൊത്തത്തിൽ കളയാന്നുള്ളതല്ല ഒരു ഗ്രാമം പരിപാടിയായിരുന്നു. അതൊന്ന് കളഞ്ഞെടുക്കുന്നു. തോന്നിയൊരു കാര്യമാണ്. പോസ്റ്റർ കണ്ടപ്പോൾ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ല, ഇവിടെ വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. അപ്പൊ നമുക്ക് തോന്നി ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് അങ്ങനെ മെയിൻ സ്ട്രീമിൽ അപ്പൊ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നി, ഇദ്ദേഹം എന്തുകൊണ്ട് വന്നില്ലായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ വഴിയല്ല എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും ജോജു നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പുള്ളി സെവൻസ് ചെയ്യുമ്പോഴും 2 ചെയ്യുമ്പോഴും ആ സമയത്ത് തന്നെ പുള്ളി ഒരു 18 വർഷത്തോളം
ഫീൽഡിലുള്ള ആളാണ്. ഒരു ചെറിയ ക്യാരക്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു സമയം വരുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് എത്തുന്നുള്ളൂ. അത്രേ ഉള്ളൂ എൻ്റെ. അതുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ നമുക്ക് ഹോപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് മുമ്പിലേക്ക് വെച്ച് പോകും, സമയത്തൊന്നത്തേക്ക് അതിനുള്ള എനിക്കും വരും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസമുണ്ട്. സാധാരണ ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ താമസിക്കുന്നൊരു പെൺകുട്ടി. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആണോ അതോ? ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന മൂവിയിൽ ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ്. രണ്ടും നാടൻ ക്യാരക്ടറാണ്. അമ്പലവാസി പെൺകുട്ടിയായിട്ടുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം ക്യാരക്ടർ. ഇപ്പൊ ഈ ഒരു മൂവിയിലായാലും ഒരു നാടൻ ക്യാരക്ടറാണ്. അതെ അതെ. ഡാൻസ് പെർഫോമൻസോ സോങ്സോ എന്തെങ്കിലും ഇതിലുണ്ടോ? ഈ മൂവിയിൽ ഇല്ല. അങ്ങനെ രണ്ട് മൂവിയിലും ഡാൻസ് എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വേഷങ്ങളാണ്? ഡാൻസ് ചെയ്തൊരു പാട്ടൊക്കെ ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? അങ്ങനെയില്ല, നല്ല ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഏകദേശം 10 വർഷം മുമ്പാണ് അമീറിന്റെ സുദേവിന്റെ സിനിമ. അന്ന് ഈ 2025 അമീർ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വളർച്ച എങ്ങനെ കാണണം ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ? ഇപ്പൊ അത് ചോദിച്ചത് തന്നെ അതിനകത്ത് കാര്യമാണ്. കാരണം ഈ ഒരു മൗനമായിട്ടിരിക്കുന്ന സമയത്തും അമീർ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം. കാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമല്ല ഈ സിനിമയുടെ പൂർത്തീകരണത്തിന്. അതൊരു നടനെ സംബന്ധിച്ചോളം ഇന്നൊരു വലിയ ആവശ്യമാണ്. ഇപ്പം അഭിനയിച്ചിട്ട് ചായ കഴുകിക്കളഞ്ഞ് AC റൂമിലേക്ക് മടങ്ങി പോകുന്ന നല്ലൊരു നടൻ ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്റെ ഭാഗത്തുനിന്ന് വേണം. അവസരം കിട്ടാത്തത് മാത്രമല്ല അമീറിന്റെ ഒരു ഇത് തോന്നുന്നു. അമീർ അതിനു വേണ്ടി എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നത് വല്ലാത്തൊരു മെച്യൂരിറ്റിയാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അമീർ ഈ ഒരു ക്യാരക്ടറിലേക്ക് സജസ്റ്റ് ചെയ്തത് അമീർ എന്ന് പറഞ്ഞു. അപ്പൊ അമീറിന്റെ കൂടെ അഭിനയിച്ച വേറെ നടന്മാരുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ അതോ അത് പ്രൊഫഷണൽ ഒരു ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നുന്നു? എന്താണ് എന്റെ റീസൺ? അതിന് മറുപടി ഞാനൊന്ന് പറഞ്ഞില്ലേ. അതായത് ഈ മൈ ലൈഫ് പാർട്ണറിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യേണ്ടത് മലയാളത്തിലെ ഇന്നത്തെ 2 സൂപ്പർ താരങ്ങളാണ്. അവരുടെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടന്നതാണ്. എനിക്ക് ഡേറ്റ് തരും. അതിലൊരു നടൻ മാന്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജലി മേനോൻ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വളരെ പ്രധാന കഥാപാത്രം ചെയ്യേണ്ടതുണ്ട്, താങ്കളുടെ സിനിമയുടെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു പ്രധാന നടൻ അദ്ദേഹം അതേ വർഷം തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കും വേണ്ടിയിട്ട് നടത്തി അവസാനം ഞാൻ പലരുടെയും കാര്യം വിളിച്ചു. ഇപ്പോഴത്തെ പല താരം എനിക്കൊന്ന് അവസരം തരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി തയ്യാറായി വന്ന ഒരു നടൻ അമീറാണ്. പിന്നെ കണ്ടെത്തിയതാണ് സുദേവിനെ. അപ്പം അമീർ വിളിച്ചാൽ ചെല്ലുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡ്യൂട്ടിയാണെന്ന് കരുതിയാണ് ഞാൻ ആ വിളിയിൽ ഓടിച്ചത്. അതിൽ പറഞ്ഞാൽ തന്നെ ഞാനൊറ്റ കോളെ പുള്ളിനെ ചെയ്തു. അപ്പോൾ അതിൽ എന്താണ് ഏതാണ് ഒന്നും ചോദിക്കാൻ തന്നില്ല. ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു ക്യാരക്ടറാണ്, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നിനക്ക് ഓക്കെയാണോ? പറയാം എനിക്ക് ഓക്കെയാണ്. ഞാൻ വേറെ അതിൽ മറുത്തൊരക്ഷരം അത് ഒരുപാട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ടീം വർക്കായിരുന്നു. അവിടെ നമ്മളിൽ ഒരാളായിട്ട് അത്രയും വന്ന് പുള്ളി അതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് ചെയ്യാൻ ഒരുപാട് ചുമ്മാ പറഞ്ഞില്ല, ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഇപ്പോൾ പറഞ്ഞില്ല, ബന്ധത്തിൻ്റെ പുറത്ത്. അല്ലാതെ അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അച്ഛനാക്കാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ട് വരില്ല, അതൊന്നും നോക്കിയില്ല. എന്തൊരു ക്യാരക്ടർ യോഗ്യമാണോ ഞാൻ അതുള്ളൂ. മലയാളത്തിലെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് പുലി, മോഹൻലാൽ ചെയ്തിട്ടുള്ളത് പുലിയ. ഈ സിനിമയിലെ കാട്ടുപന്നിയാണ് തോന്നുന്നത്. ഇപ്പം മാഡം ചോദിച്ച പോലെ ഒരു വയലൻസ് ഉണ്ടോ എന്ന് സിനിമയെ ചോദിച്ചില്ലേ. നമ്മളെപ്പോഴും മനുഷ്യന്റെ വയലൻസ് ആണ് കാണുന്നത്. ഇത് മൃഗത്തിന്റെ ഉള്ളിലെ ഒരു മനുഷ്യന്റെ വയലൻസിനെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം മനുഷ്യന് മാത്രമല്ല പ്രതികാരവും ഒക്കെ പറയുന്നത്, മൃഗത്തിനുമുണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് പല മൃഗങ്ങളും ഈ പറയുന്ന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ വില്ലന്മാരാകുന്നത്. പക്ഷെ അത് അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഈ സിനിമ കൃത്യമായിട്ട് വരച്ചു കേട്ടാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കുമുണ്ട് പ്രതികാര ബുദ്ധി. അത് മനുഷ്യനോടല്ല മൃഗത്തിനോടായാൽ പോലും അവിടെ ഈ സിനിമ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു നായക സ്ഥാനം അല്ലെങ്കിൽ ഒരു സൂപ്പർ താര പദവി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായകന്മാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പടത്തിൽ
അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലെന്ത് പറയാം? സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പടം അല്ല ഇപ്പൊ കഴിഞ്ഞൊരു പടം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സെൻസറിങ് ആയിരുന്നു. ആ സിനിമയിൽ നമ്മൾ പ്രധാന 2 പേരെ നായികന്മാരായിട്ട് ഫിക്സ് ചെയ്തതാണ്. പക്ഷെ അവരൊക്കെ പറയുന്നത് 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഡേറ്റ് തരാമെന്ന് പറയുമ്പോൾ ആയുസിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് 3 വർഷം ആയുസ് കടന്നു പോകുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരിക്കൽ സാധാരണ താരങ്ങളായിട്ട് വന്നിട്ട് പിന്നീട് വലിയ താരങ്ങളായി മാറുമ്പോൾ പിന്നെ അവരുടെ ഡേറ്റ് കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ പോലെ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നു. ഞാൻ പ്രൂവ് ചെയ്തതായിട്ട് പോലും എനിക്കിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഇത് തന്നെ. ഇപ്പം അമീറിനെ എന്നൊരു നടൻ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ ഒരു നടന്മാരും ചെയ്യില്ല. കാരണം അവർക്ക് വേണ്ടത് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് വേണ്ടത് അതല്ല, എന്താ പറയുക, അവർക്ക് വേണ്ട ആഡംബരങ്ങൾ, ക്യാരവാൻ, അതൊരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീശിയാണ് കാര്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നടന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് വരുമ്പോൾ ആ സിനിമയിൽ അവരുടെ ഇടപെടൽ ഭയങ്കരമാണ്. ആർട്ടിസ്റ്റിനെ കിട്ടാത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാനറിന്റെ പ്രശ്നമാണോ, അതോ ബന്ധങ്ങളുടെ പ്രശ്നമാണോ, അതോ നമ്മളുടെ വിശ്വാസം കുറയുന്നതാണോ, എന്താണ്? എന്റെ കാര്യം പറയാം, എനിക്ക് പറയുന്ന ബുദ്ധിമുട്ടില്ല. അതായത് എന്റെ ആദ്യ സിനിമയിലും ആ പടത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്ത മിക്ക സിനിമകൾക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു താരത്തെ വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. ലോകിതാറിന് മുമ്പിൽ നിവേദ്യത്തിൽ അഭിനയിക്കാൻ ചെയ്ത് നടനാകാനുള്ള ആഗ്രഹമുണ്ടല്ല, സംവിധാന സഹായിയായി ചെന്നപ്പോൾ അദ്ദേഹം എന്നെ നടനാക്കിയതാണ്. അപ്പൊ ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഒരു മീറ്റിംഗിൽ അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നീ ചെയ്ത ഒരു അവാർഡ് സിനിമ കൊണ്ട് ഇന്ന താരത്തെ നിനക്ക് ഡേറ്റ് കിട്ടില്ല, നീ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. ഒരു നടനെ വെച്ച് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടന്റെ ഒരു സാമീപ്യം നമുക്ക് വേണം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പുതിയ നടന്മാർക്ക് പലരും ഡേറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ബിഗ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കിട്ടാത്ത എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും അവരുടെ അടുത്ത് ആ പ്രഭാവത്തിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ പറ്റില്ല. ഈ ആദ്യ സിനിമ ഉൾപ്പെടെ അത് ഞാൻ ഫേസ് ചെയ്തതാണ്. ഈ നാടൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട് ഇതില് ഒരു നായികയായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതായത് ഒരു സെക്കൻഡ് മൂവിയാണെന്ന് തോന്നുന്നു, അതില് നായികയായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അഭിനയിക്കാൻ അത് ഈസി ആയിരുന്നു? ഈ തേറ്റ മൂവിയില് ക്രൂ ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരും. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, ടെൻഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സിനിമയില് മൃഗത്തെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? വന്യജീവിയാണോ അതോ ഒറിജിനൽ മൃഗമാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളിതില് ഡ്യൂട്ടും ഡമ്മിയും ഗ്രാഫിക്സാണ് മെയിൻലി ഇതിലുള്ളത് കൂടുതലും. അപ്പോൾ അതിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് നമുക്ക് ഒരിക്കലും ചിലപ്പോൾ പുലിനെ വരെ ട്രെയിൻ ചെയ്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ സാധനത്തിന് നമുക്ക് ഒരിക്കലും ട്രെയിൻ ചെയ്ത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഡമ്മി ഉണ്ട്, അതുപോലെ ഗ്രാഫിക്സുമാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു പടത്തിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് മനസ്സിലാവാതില്ല അത്. കാരണം നമ്മൾ അവരുടെ ആൾക്കാരെ നമ്മൾ കാണിച്ചിരുന്നു പടം, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ അടിച്ചിട്ടില്ല. അതൊരു മിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പം അതൊരു വലിയ പ്രോബ്ലംസ് ആയിട്ട് അതിൽ വന്നിട്ടില്ല. അല്ലല്ല, അമീർ എന്ന വ്യക്തിക്ക് ആ ഒരു പിന്നെ ഡമ്മി വെച്ച് ചെയ്യുമ്പോൾ ഇത് റിയലി നമ്മളൊരു സിനിമയിൽ കാണുമ്പോൾ എത്രത്തോളം അത് വർക്കൗട്ട് ആകുന്നൊരു ഭയം ഉണ്ടായിരുന്നുണ്ടല്ലേ? അതുണ്ടായിരുന്നു. കാരണം അത് ട്രോൾ ചെയ്തിട്ട് കൊലവിളിക്കുന്നുള്ളത് എന്തായാലും ഉണ്ടാവും. ഇതല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുൾ ഓഫ് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പടം കണ്ടിരുന്നു, വരുന്നതിന് മുമ്പും ഫിലിം കണ്ടിട്ട് തന്നെ വന്നത്. അതിന് ആ ചെയ്തതിനുള്ള റിസൾട്ട് അതുണ്ട്. ആ സ്ക്രീനിൽ വന്നപ്പോഴും അതതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. വേറൊരു കാര്യം, ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ബാനറിലും ട്രെയിലറിലും ഒക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ നരിവേട്ട ഇറങ്ങി, നരിവേട്ട നല്ല ത്രെഡുള്ള ഒരു മൂവിയാണ്. അത് തിയേറ്ററിൽ അത്രത്തോളം ഒരു സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം അതിന് കിട്ടേണ്ട നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പേടിച്ച് ഫാമിലികൾ കയറാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങനെ ഫാമിലി കേരള എന്നൊരു പേടിയുണ്ടോ? ആക്ച്വലി നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് UA ആണ്, 13+ ആണ്. ഉണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡ്. പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമ്മൾ കറക്റ്റനുസരിച്ച് നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നമ്മൾ
നമ്മുടെ ക്യാരക്ടർ പന്നി മാത്രമേ അതിലുണ്ടാവുള്ളൂ. എനിക്കത് കണ്ടപ്പോ തോന്നിയതേ കുറച്ചുകൂടി പിന്നെ നമ്മുടെ ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഫാമിലിനെ കുറച്ചും കൂടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അല്ല, അതുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഫിലിം ഒരു 1.5 മണിക്കൂറോളം, നമുക്ക് 1 മണിക്കൂർ 40 മിനിറ്റോളം ഫിലിം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തോന്നാലും ഉണ്ട്, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആ ഒരു 2 മിനിറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇമോഷൻസ് എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 1.25 മണിക്കൂറോളം നമുക്ക് ഫാമിലി ബേസ്ഡ് തന്നെയാണ് പോകുന്നത്. പിന്നെ ആ കഥ അനുസരിച്ച് നമ്മളത് പോകുന്നത് മാത്രമേ ഉള്ളൂ. മെയിൻലി നമുക്ക് ത്രെഡ് ഇതാണ്, ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു പരിപാടി മാത്രമാണ് ഉദ്ദേശം. അതിനു വേണ്ടി നമ്മൾ ആ നാട് കാണിക്കുമ്പോൾ എന്തായാലും അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഇത് കാണിക്കണം, ഫാമിലി കാണിക്കണം, ഇമോഷൻസ് കാണിക്കണം, ഭാര്യ ബന്ധം ഇതൊക്കെ കാണിക്കണം. അപ്പോൾ അതുണ്ട്. ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരു ഹീറോയിനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിലുണ്ട്. എന്തായാലും നമ്മൾ തൃശ്ശൂരായിരുന്നു, PG ഫോറസ്റ്റിലായിരുന്നു കൂടുതൽ. കാട് മൊത്തം PG ഫോറസ്റ്റ് ആയിരുന്നു, ബാക്കി ഷൂട്ടൊക്കെ തൃശ്ശൂരായിരുന്നു. പ്രൊഡ്യൂസർ കേട്ടാ ഇതുപോലുള്ള ഒരു ഫിലിം എടുക്കാനുള്ള ചങ്കൂറ്റം എങ്ങനെ കിട്ടി? ഒരു ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഫാമിലി ഇടിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? എൻ്റെ സബ്ജക്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരെ, എൻ്റെ സംവിധായകൻ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരന്മാർ 4-5 പേരുണ്ട്. അവരൊരു വിശ്വാസം, പിന്നെ അവർക്ക് വന്ന അമീർ, പപ്പേട്ടൻ, അവരിലേക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവസാനമായപ്പോൾ ആള് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുറേ പേര് നന്നായി ഹെൽപ്പ് ചെയ്തതിന് ഒരു പോസിറ്റീവാണ്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ പോലെ നല്ല ഹാപ്പിയാണ്. പപ്പട്ട, ഇപ്പം നിവേദ്യം വഴി ഒരു ഭയങ്കര എൻട്രി മലയാളത്തിലേക്ക് ലഭിച്ച ഒരാളാണ് താങ്കൾ. ഇപ്പം ലോഹിതദാസ് സാർ കണ്ടുപിടിച്ചൊരു നടനാണ് താങ്കൾ. എന്തുകൊണ്ട് അതിനുശേഷം പിന്നെ സിനിമയായിട്ട് ഫുൾ സംവിധാനത്തെ ഫോക്കസ് ചെയ്തു പോയി? ഇല്ല, ഞാൻ 15 സിനിമകൾ ചെയ്തതാണ്, കുട്ടിസ്രാങ്ക് ഉൾപ്പെടെ 15 സിനിമകൾ ചെയ്തതാണ്. പക്ഷേ എൻ്റെ ഒരു എയിം ഒരു സംവിധായകനായിരുന്നു. അപ്പോൾ ഈ സംവിധായകനാകുക എന്ന് പറയുന്നത് ഇത്തിരി ജോലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം മടക്കി വെച്ച് കുറേ സീരിയലൊക്കെ ചെയ്തു, ഉപജീവനമാർഗം കഴിയണ്ടേ. അപ്പോൾ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയോട് കൂടുതൽ അടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത സിനിമയാണ് മൈ ലൈഫ് പാർട്ണർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടനല്ല ഞാൻ താല്പര്യപ്പെട്ടത്, ഒരു സംവിധായകനായിരുന്നു. ഇനി ആരെങ്കിലും അഭിനയിക്കാനൊക്കെ വിളിച്ചാൽ പോകുമോ? കുറച്ച് നല്ല 5 വർഷം ഒരു ബ്രേക്ക് എടുത്ത്, എൻ്റെ ലൈഫിൽ നിന്ന് ബ്രേക്ക് എടുത്ത് സോഷ്യൽ മീഡിയ എൻ്റെ വീഡിയോ ചെയ്ത്, നമുക്കൊക്കെ അറിയാം ഫേസ്ബുക്ക് എനിക്ക് നല്ല പൈസ തന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു. ഈ എബ്രഹാം ലിങ്കണോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് 6 മണിക്കൂർ തരുകയാണെങ്കിൽ, മരം വെട്ടാൻ കാട് വെട്ടാൻ തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 4 മണിക്കൂർ എൻ്റെ ആക്സിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച കൂട്ടുമെന്ന് പറഞ്ഞു. ബാക്കി 2 മണിക്കൂറെ ഞാൻ മരം വെട്ടുന്നു. ഈ 5 വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സൈലൻറ്റ് സ്റ്റുഡിയോയിൽ ഇരുന്ന് ഞാനൊരു സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ്, സെൻസറിങ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു. അതിൻ്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എമ്പുരാനെ കാട്ടി വളരെ ക്രൂരമായ ഒരു എന്താ പറയുക ഒരു പ്രശ്നം നേരിട്ട ആളാണ് ഞാൻ. അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു, ആ സിനിമ നിങ്ങൾ എനിക്ക് തരും. അങ്ങനെ അവരുടെ ഉപാധികളോടെ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ കിട്ടിയത്. ആ വിഷമത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടി ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പാടില്ല. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല, എന്തുകൊണ്ട് ഗ്യാപ്പ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറയും. ഈ സെൻസർ ബോർഡിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യും, മീഡിയാസിൽ അടക്കമെന്ന് പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതേപോലെ പടം എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഒരു വയലൻസിന്റെ പ്രാധാന്യമുള്ള ഒരു പടം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഈ പല കാര്യങ്ങൾക്കും വീണ്ടും മറുപടി പറയേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ഈ സെൻസർ ബോർഡ് അംഗം എന്നുള്ള നിലയ്ക്ക് സെൻസർ ബോർഡ് അംഗമായിട്ടിരുന്ന ഒരാൾക്ക് തന്നെ ഇപ്പം തൊട്ടു മുമ്പ് പപ്പേട്ട് സൂചിപ്പിച്ച പോലുള്ള വിഷയങ്ങളടക്കം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തേറ്റ ഒരു വയലന്റ് മൂവിയല്ല, അതൊരു വളരെ കുടുംബത്തിനെയും ആസ്വദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്ന ഒരു നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ നാളെ എന്നെ കുറ്റം പറഞ്ഞാലും പറയണം. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും ഡമ്മികളാണ്, അവർക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും മെമ്പറായിരുന്നു, കാരണം അവരല്ല തീരുമാനിക്കേണ്ടത്. എൻ്റെ ഈ സിനിമ ഇവിടെ തടഞ്ഞത് ഇവിടുത്തെ സെൻസർ ബോർഡ് ഓഫീസറോ സെൻസർ ബോർഡ് മെമ്പേഴ്സോ അല്ല, ഏതോ ഹിഡൻ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന കുറെ മനസ്സുകൾ മാത്രമാണ്. അതുകൊണ്ട് ഏത് സിനിമ ഇവിടെ വന്ന ഇപ്പം മാർക്കോ ഇവിടെ നിന്നല്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഫൈനൽ സെൻസറിൽ കിട്ടിയത്.
ആടുജീവിതം എന്നൊരു സിനിമ ഫൈനൽ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ ഡമ്മികൾ മാത്രമുണ്ട് റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത്. അവരുടെ വാക്കിനോ അവരുടെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയില്ല. അതിന്റെ ഭാഗമായ ഒരാൾ തന്നെ പറയാം. പക്ഷെ തേറ്റ അങ്ങനെയല്ല. തേറ്റ ക്ലീനായിട്ട് UA 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അതായത് 13 വയസ്സിന് താഴെയുള്ള ആ കുട്ടികൾക്ക് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സിനിമ കാണാൻ വേണ്ടി സർട്ടിഫൈ ചെയ്തതാണ് അത്. അതിന്റെ അർത്ഥം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു സിനിമയാണ്. അത്രമാത്രം കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു സിനിമയാണ്. എമ്പുരാന്റെ വിവാദം വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല. എമ്പുരാന്റെ വിവാദം ശരിയായിരിക്കാം, അത് അതിനെക്കുറിച്ച് ഖണ്ഡിക്കുകയല്ല. പക്ഷെ എമ്പുരാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നും സെൻസറിങ് തടഞ്ഞില്ല, എന്തുകൊണ്ട് പിന്നീട് അത് മാറ്റിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനെക്കാട്ട് ഇവിടെ രൂക്ഷമായ പ്രശ്നമാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തത്. ഏകദേശം അതിനപ്പുറത്തേക്ക് രൂക്ഷമായ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടത് ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് നടന്ന പ്രശ്നങ്ങളൊന്നും അല്ല. എനിക്കൊന്ന് ആ വിഷയത്തിൽ നിന്ന് മാറാം. കാരണം ഇത് നമ്മളെ തേറ്റയുടെ പ്രൊമോഷനാണ്. അല്ലല്ല, അത് ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര്. ആ വേദനയോട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട്. കാരണം ഞാൻ ഒരുപക്ഷെ അത് പറഞ്ഞു പോയാൽ ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഒളിച്ചു വെച്ചതാണ്. കാരണം അതെൻ്റെ ഒരു ആവശ്യമാണ്. എൻ്റെ ദയനീയാവസ്ഥ അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ നമുക്ക് പറയാം. രാഷ്ട്രീയ ഇടപെടലുകളല്ല, ചില മനുഷ്യരുടെ എന്താ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചില ഓഫീസുകളിൽ ഇരിക്കുന്ന ചിലരുടെ ഇടപെടലുണ്ട്. ഞാൻ അത് ചെയ്താൽ ഞാൻ നല്ലൊരു ഓഫീസറാകും, നല്ലൊരു മിടുക്കനായ ഒരു ജോലിക്കാരനാകും എന്നൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും, ആരുടെയൊക്കെ പ്രവൃത്തിയായിരിക്കും. അതൊരിക്കലും ഭരണപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ അല്ല പോയിന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്? ഇപ്പൊ മാർക്കോ എന്നൊരു സിനിമ വളരെ മോശമാണ്, ഒരു വയലന്റ് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് സമൂഹത്തെ വഴിതെറ്റിക്കുമെന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഒരു വിഷക്കുപ്പിയും ഒരു കയ്യിൽ ഒരു തേൻകുപ്പിയും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് നീ കുടിക്കാൻ പറഞ്ഞാൽ ആ കുഞ്ഞൊരിക്കലും വിഷം കുടിക്കില്ല. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സിനിമയോ മാധ്യമത്തെ അല്ല ചോദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വീടുകളിൽ കുട്ടികളെ വളർത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു മാധ്യമ സാക്ഷരത പറഞ്ഞു കൊടുക്കണം. നീ ഇന്നത് കാണുമ്പോൾ പലർക്കും പലതുപോലെ കൈ വരയ്ക്കുന്ന കുട്ടി എന്തുകൊണ്ട് ഒരു മോശ സിനിമ കൊണ്ട് പഴിതിട്ടെന്ന് ചോദിച്ചാൽ ആ വളർത്തു ദോഷം തന്നെ. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെ അല്ല പഴി പറയേണ്ടത്, നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു നോക്കണം. ഒരു വയലന്റ് സിനിമയും ഒരു സൊസൈറ്റിയെ മോശമാക്കുന്നില്ല. എവിടെ മോശമാക്കുന്നുണ്ട്? നമ്മുടെ മെന്റാലിറ്റിയിൽ നമ്മൾ എങ്ങനെ ആക്കി വിടുന്നത്. വേടന്റെ പാട്ട് കേട്ടിട്ട് ഒരാൾ പഴിച്ചു പോകുന്നുണ്ടെങ്കിൽ വേടനിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സമൂഹത്തെ, ഒരു കുട്ടിയെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ടായിരിക്കാം, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും വേടനിലേക്ക് കൊടുങ്കാറ്റ് പോലെ കുട്ടികൾ പാച്ചു പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തിയിലേക്ക് അദ്ദേഹം നിയമത്തിന്റെ പരിധി വന്നും അദ്ദേഹത്തിലേക്ക് പോകുന്നത് ആ കുട്ടിക്ക് അസ്വാതന്ത്ര്യം എവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഈ വിഷയം നമുക്ക് ഇവിടെ നിർത്താൻ, കാരണം ഇത് തേറ്റയാണ്. ഇത് ഞാനോ എന്റെ ചിന്തകളോ അല്ല. തേറ്റ നല്ല സിനിമയാണ് കേട്ടോ, അത് വളരെ നല്ല സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത്. എന്തുകൂടെ പറയാം, എനിക്ക് ലോകത്ത് എന്നെ മാത്രം പേടിയുള്ള വ്യക്തിയാണ്. തരണ്ട, എന്നിലൊരു ക്രിയേറ്റർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യ സിനിമയില് ഒരു വലിയൊരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത്. പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടൻ തന്നെയാണ്, അല്ലേ, സുദേവ്. അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്തത്. അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ, നമ്മളല്ലല്ലോ എല്ലാം ചെയ്യുന്നത്. കാലം എന്ത് ചെയ്യുന്നു നമ്മൾ അനുസരിക്കും, നമ്മളൊക്കെ ടൂൾസ് മാത്രമാണ്. ഈ സംവിധാനം ചെയ്യാൻ നടന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇനി പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സംവിധായകരും സംവിധാനം ചെയ്യാൻ പറ്റാതെ ആവാം അഭിനയത്തിലോട്ട് തിരിയുന്ന സമയമാണ്. സമയത്ത് എപ്പോഴെങ്കിലും അതുപോലെ ഒരു ഓപ്പണിംഗ് ആണ് ലോക് സാറിന്റെ നിവേദനത്തിലൂടെ കിട്ടിയത്. അപ്പൊ ഇനി പിന്നെ പൂർണ്ണമായിട്ടും അഭിനയത്തിൽ പോകാൻ എപ്പോഴെങ്കിലും കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ 19 വയസ്സായി. ഈ എന്റെ അവസാന ശ്വാസം വരെ എന്തെങ്കിലും ലോകം അറിയുന്ന ഒരു സിനിമ ചെയ്യുന്ന ഒരു പ്രതീക്ഷയോട് ജീവിക്കാം. നടന്നില്ലെങ്കിൽ അന്ന് മരിച്ചു വീഴാമേ. അരങ്ങൊഴിയുന്ന മനുഷ്യരെ പോലെ ഞാൻ ഇല്ലാതായി പോട്ടെ, അന്ന് വരെ ജീവിക്കാമല്ലോ. ലോക് സാർ ഇവിടെ 16 വർഷമാണ്. ഇപ്പോഴും ലോക് സാറിന്റെ എന്തെങ്കിലും ഒരു ഉപദേശം ഇപ്പോഴും മനസ്സിൽ ഒരു ധൈര്യം പോലെ? ലോക് സാർ എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്റെ മരണശേഷമായിരിക്കും. വായിക്കപ്പെടാതെ പോയ, പറയപ്പെടാതെ പോയ ഒരു സംവിധായകനാണ് ലോക് സാർ. ലോക് സാറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ പോലും നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നിഴല് പറ്റി ജീവിച്ച ഒരുപാട് സംവിധായകരുണ്ട്, അവരുടെ പ്രഭാവവും കെട്ടിരിക്കുകയാണ്. അപ്പം ഹീറോ ലോക് സാർ തന്നെയാണ്. അദ്ദേഹം എന്നെ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്കും വേണ്ടി ലോക് സാർ നടന്നിട്ടില്ല. നമുക്കൊക്കെ അറിയാം, അല്ലേ? അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തന്നിട്ട് പറയാണ്, നിങ്ങൾ തീരുമാനിക്കുക സിനിമ എന്താണെന്ന്. ലാൽ സാറും മമ്മൂട്ടി സാറും ഒക്കെ ഇന്ന് ആ താരപ്രഭയിൽ നിൽക്കുന്നതിന്റെ വേരുകൾ ഉറപ്പിച്ചത് ലോക് സാറിനെ പോലെ എഴുത്തുകാർ തന്നെയാണ്. ഇന്ന് പല താരങ്ങളും കുമിള പോലെ വന്നിട്ട് ഇല്ലാതായി പോകുന്നതും കരുത്തുള്ള എഴുത്തില്ലാതായിട്ടാണ്. ശരിയല്ലേ? ലോക് സാർ എപ്പോഴും എൻ്റെ മനസ്സിൽ ഗുരു മാത്രമല്ല, എനിക്ക് ജീവൻ തന്ന ഒരു വലിയൊരു വ്യക്തിത്വം.
ഒരുപാട് സ്ട്രഗ്ലിങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇത് ഡമ്മി ഉണ്ട്, അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ്. പക്ഷെ കുറേ ദിവസം അങ്ങനെ ഞങ്ങൾ ഷൂട്ട് വേണ്ടി ഇങ്ങനെ നീണ്ടു പോയി. വളരെയധികം ബുദ്ധിമുട്ടി. വർഷങ്ങൾ 3-4 വർഷമായി ഷൂട്ട് തുടങ്ങി. അപ്പോൾ അതിനോട് ഞാൻ തന്നെ ചോദിക്കാം, കൂടെ നമ്മുടെ ഒരു ഹീറോയും കൂടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടത്തിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ കൂടെ അഭിനയിച്ചത് പറയൂ. ഇതില് സംസാരിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം. പിന്നെ അമീർ ബ്രോയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെവൻസ് സിനിമ കാണുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ സിനിമകളും പരമാവധി ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. പിന്നെ ആ സിനിമ കാണാൻ നേരത്ത് അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസിൽ അമീർക്ക് ഇങ്ങനെ എല്ലാവരും സെൻട്രലിൽ കയറി വന്നിട്ടൊരു ഗേറ്റ് ഇങ്ങനെ ചവിട്ടി പൊളിക്കുന്ന ഒരു സീന്, അത് തിയേറ്ററിൽ നല്ലൊരു കയ്യടി കിട്ടിയൊരു സീനായിരുന്നു. അതിൽ ഞാനും കയ്യടിച്ച ഒരാളായിരുന്നു. അത് ഞാൻ അമീറിനോട് നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെന്താ പറയാ, ഞാൻ 16 വയസ്സിലാണ് അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ദിലീപേട്ടൻ്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമ, ഷാജി സാർ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒന്നും മിണ്ടാതെ സുഗീതേട്ടൻ്റെ ഡയലോഗ് ചെയ്തിട്ടുള്ള സിനിമ ഇതായിട്ടാണ്. എനിക്ക് ഒരു ആൾ പാസിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് മരുഭൂമിയിലായ, അതായത് ആവേശത്തിലെ അമ്പാൻ ശരിക്കും എൻ്റെ സുഹൃത്താണ് സജിൻ ഗോപു. ഞങ്ങൾ ലോക്ക്ഡൗൺ ടൈമിൽ വരെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമീർ ബ്രോയും കൂടിയിട്ടൊരു 5 എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു പാലക്കാട്. അത് അപ്പോൾ അതുവഴി ഡ്രോപ്പ് ആയി പോയ സിനിമ. അതാണ് ശരിക്കും ആദ്യം അഭിനയിച്ചത്. ഒരു ഡയലോഗ് കേട്ട് സീനായിട്ട് അന്നാണ് അമീർ ബ്രോനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമയിലൂടെ അങ്ങനെ കിട്ടി. ആളുടെ കൂടെ സുഹൃത്തായിട്ടാണ് കിരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞാനും എൻ്റെ കൂട്ടുകാരൻ റനീഷ്, അതുപോലെ റംസൽ അസീസ്, ശരത്ത്, വേണുഗോപാൽ, ഈ 4 പേര് കൂടിയാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്, അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസറായിട്ട് ബിനോഷ് എൻ്റെ അയൽവക്കാണ്. ആളിലേക്ക് ഈ കഥ അങ്ങനെ സമീപിച്ചു. അപ്പോൾ എന്തിനും തയ്യാറായിട്ട് നമുക്ക് ചെയ്യാം, സിനിമ ചെയ്യാം. അതിനാണെങ്കിൽ കുറേ സ്ട്രഗിളിങ്ങും കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും. ഏതോ അതെ, തൃശ്ശൂർ. അപ്പൊ അങ്ങനെ വിനോഷ് എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ സിനിമ സംഭവിച്ചു. പിന്നെ കപ്പേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയൊരു ഇതുകൂടി ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സന്തോഷം. ഇപ്പം വന്യമൃഗമാണല്ലോ ഒരു കേന്ദ്ര കേരള രാഷ്ട്രീയത്തില്. എന്റെയൊക്കെ ഒരു ഓർമ്മയില് ഈ വന്യജീവി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഒരുപാട് അല്ലെ, എത്ര ശക്തമായിട്ട് ഒരു രാഷ്ട്രീയത്തിന്റെ പ്രചാരണ ആയുധം തന്നെ അത് തന്നെയാണ്. ഏറ്റവും ഒടുവില് ഒരു കുട്ടിയുടെ മരണം അടക്കമുള്ള വിഷയങ്ങളില് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് അവകാശം കൊടുക്കേണ്ടത് കേന്ദ്രമാണെന്നും സംസ്ഥാനമാണെന്നും ഉള്ള രീതിയിലൊക്കെ പരസ്പരം പഠിച്ചാലാണ് നടക്കുന്നത്. ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേരളം വരാൻ പോകുന്ന ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. അപ്പം ഒരു പ്രധാന പ്രചാരണ ആയുധം തന്നെ, ഒരു മുഖ്യ വിഷയം തന്നെ വികസനത്തിന്റെ അപ്പുറത്ത് ഈ മൃഗങ്ങളുടെ വിഷയം തന്നെയാണ്. ഈ നിലമ്പൂര് ജനത അടക്കം പ്രത്യേകിച്ച് വനമേഖലയിലുള്ള ജനത ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരും ഒരു അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ്. അപ്പം ഈ ഒരു ഇടത് ചിന്തയുള്ള അല്ലെങ്കിൽ ഒരു ഇടത് മനസ്സുള്ള, അപ്പൊ അത് ചോപ്പ് പിടിക്കുന്ന രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മനുഷ്യത്തിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു ഇടത് രാഷ്ട്രീയം. അങ്ങനെയുള്ള മനസ്സുള്ളവർ പോലും ഇതിനകത്ത് എന്ത് സ്റ്റാൻഡ് എടുക്കണം, ഇപ്പം വേട്ടയാടണോ എന്ന് പറയണോ, അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ നമുക്കറിയാം, ഈ എന്താ പറയാ,
ഈ കാടുകളിലൊക്കെ ആമസോൺ വനാന്തരങ്ങളിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ പോലും അതിലുള്ള പ്രതിഷേധം പോലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിൽ ഉയർന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ എന്ത് നിലപാടെടുക്കണം? ഒരുപാട് ആളുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടത് മനസ്സുള്ളവർ. അപ്പൊ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഇടത് എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയമല്ല, അതിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണല്ലോ ഇടത് രാഷ്ട്രീയം. അപ്പൊ ഈ ഒരു വന്യജീവി വിഷയത്തിൽ ശരിക്കും എന്താണ് സാറിന് ആ ഒരു വിഷയത്തിൽ നോക്കിയത്? പ്രത്യേകിച്ച് തേറ്റ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ വന്യമൃഗം, ശരിക്കും എന്താണ് അതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം? അല്ല, തേറ്റ പറയുന്നത് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തേറ്റ പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, കാട്ടിൽ നിന്ന് മൃഗം നാട്ടിലിറങ്ങുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അതിന്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. അപ്പം കാടും കയ്യേറുന്ന ഒരു മനുഷ്യന് അതിന് നിലനിൽപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ഒരു മൃഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഇടതു രാഷ്ട്രീയമായാലും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. KPC പോലുള്ള ഒരു സംഘടന കലയിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കടന്നു വരുന്നു, അതിനുശേഷം മൃഗം പുറത്തിറങ്ങുന്നു, അതിനുശേഷം മറ്റൊരു പ്രശ്നം പുറത്തിറങ്ങുന്നു. ഇതൊരു സൈക്കിളായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബോധവാന്മാരാകേണ്ടത് ജനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തി വ്യക്തിചിന്തയിലേക്കും അവനവന്റെ തെറ്റുകളെ മൂടി വെക്കാനായിട്ട് ഓരോ പ്രശ്നങ്ങളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. എനിക്കെങ്ങനെയാണ് തോന്നുന്നത്, ഇന്ന് ഈ മൃഗം നാട്ടിലേക്ക് ഇറങ്ങി അതെന്ന് സ്വൈര്യവിഹാരം നടക്കുന്നതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം വന്നാൽ ഇതിനെ മൂടി വയ്ക്കും. ഇത് സ്വാഭാവിക ചിന്തയാണ്. ഒരു പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം നമ്മുടെ സമൂഹത്തിൽ വരുന്നില്ല. അത് ഈ പറഞ്ഞ ഇടചിന്തയായാലും മറ്റേത് സംഘടനയായാലും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്. തേറ്റ സത്യത്തിൽ ഈ ഒരു വിഷയം ശക്തമായിട്ട് മറ്റൊരു തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വേദനിക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ ഒരു പ്രതികരണമാണ് ഈ സിനിമയിൽ. അവൻ പോരാടുന്നത് മനുഷ്യന്റെ മനസ്സുമായിട്ടാണ്. അവിടെ തേറ്റ അത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് തിയേറ്ററിൽ വിഷ്വലൈസ് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ തിയേറ്ററിക്ക് എത്രമാത്രം നമുക്ക് OTT അല്ലാണ്ട് തിയേറ്ററിൽ കാണാനുള്ള എന്തോരം എക്സ്പീരിയൻസ് ഉണ്ടാവും? ആക്ഷൻസ് ആയാലും BGM ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എത്ര മാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആ പടത്തിന്റെ പൂർണ്ണ രൂപം കണ്ടില്ല, കാരണം അത് അവർ വിളിച്ചപ്പോഴും എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് ചെന്ന് കയറിയ ദിവസം ഞാൻ തിരക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരക്കഥ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. കാരണം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു കണ്ടന്റാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഈ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ അന്നേരം അമ്മയോട് ചോദിച്ചെങ്കിൽ, ഇത്ര വലിയൊരു സിനിമയെ ഈ എങ്ങനെ പ്രസന്റ് ചെയ്യും? എപ്പോഴും എനിക്കൊരു ആശങ്കയായിരുന്നു, ഇത് തീർക്കാൻ പറ്റുമോ, ഇത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഈ ഒരു ബാണിംഗ് ഫയർ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കണമെന്ന ശ്രമത്തിന്റെ ഫലമാണെന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എത്രമാത്രം മനോഹരമായിട്ടുണ്ടെന്നുള്ളത് അമീറാണെന്ന് പറയുന്നത്. അമീറിന്റെ സിനിമ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെ സിനിമ എങ്ങാട്ടുണ്ട്? അമീർ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സിനിമ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ ഇപ്പം പറയില്ലേ, തൃശ്ശൂർ ലോബി എന്നൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ ആ റൂമിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഏതോ ഒരു അന്യഗ്രഹ ജീവി ചെന്ന പോലാണ്. ഞാൻ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലേ, ഏതോ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, മുഖം കാണിച്ച് എന്നെയൊക്കെ അവർ സ്വീകരിച്ചത് ഒരു അന്യഗ്രഹ ദൈവത്തെ പോലെയാണ് സ്വീകരിച്ചത്. ശരിക്കും ഞാനിത് ചൂടിപ്പോയി. അത്രമാത്രം ആരെങ്കിലും അവരെ സഹായിക്കാനായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ലോബിയുടെ ഒരു സ്നേഹത്തിൽ ഞാൻ വല്ലാതെ മുങ്ങിപ്പോയതാണ്. അതിനുവേണ്ടിയാണ് അവരെ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഈ സിനിമ 10 പേര് തിയേറ്ററിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു ഈ ലോബി എന്ന് പറയുന്ന സൗഹൃദ ലോബിയാണ്, അല്ലാതെ ഒരു ക്രൂര ലോബിയിൽ ആരെങ്കിലും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. കുറെ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് ഇവിടെ ഈ ലോബി നമ്മുടെയൊക്കെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയിരിക്കുന്നത്. ഇതിന്റെ BGM മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും, ഉറപ്പും. ആ കാര്യത്തിൽ അല്ല, ആശാൻ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിച്ച പടം എന്നുള്ള രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്തായാലും ഇതിലുണ്ടാവും. കംപ്ലീറ്റ് എന്ത് തോന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് അവരുടെ കാട്ടിലേക്ക് കയറുമ്പോൾ കംപ്ലീറ്റ് പിന്നെ ആ ഒരു കാടും മരങ്ങളും ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് എന്തൊക്കെ ടൈപ്പിൽ ഇപ്പം നമുക്ക് ആ ക്യാമറ വർക്ക് ചെയ്യാന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ക്യാമറ സൈഡിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോ കാര്യത്തിലാണ്. ജോലി ചേട്ടനൊപ്പം അഭിനയിച്ചിരുന്ന ആളായിരുന്നു, വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു പറഞ്ഞു. അപ്പോൾ
ജോയിച്ചൻ പണി എന്നൊരു സിനിമ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് പണി 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോയിച്ചനൊക്കെ എന്തെങ്കിലും ചാൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തലക്ക് സൂര്യം കൊടുക്കേണ്ടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെങ്കിലും പുള്ളി അങ്ങനെ ജോയിസ് സാറിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു ചാൻസിന് പോയി വെറുതെ കാല് പിടിച്ചിട്ടും കാര്യമില്ല, പൊക്കോളാൻ പറയും. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. പുള്ളി എങ്ങനെയാണ് അപ്പോൾ ചെറിയൊരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും സാറിൻ്റെ പടത്തിലൊക്കെ ആ ക്യാരക്ടറിനൊരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ടാവും, ആ ക്യാരക്ടറിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് 2 പടം കഴിഞ്ഞപ്പോൾ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് സാറിൻ്റെ അടുത്ത് ചിലപ്പോൾ അവസാനം സാറ് എൻ്റെ അടുത്തോട് ഞാൻ വിളിച്ചോളാം, നീ എപ്പോഴും എൻ്റെ അടുത്ത് വരണ്ട, അവിടെ നിർത്തി വല്ലപ്പോഴും ഒരു വിളി മാത്രമേ. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ തരും എന്നൊരു വിശ്വാസമുണ്ട്. തൃശ്ശൂർ ലോബി അടിപൊളിയായിട്ട് ഒരു തിയേറ്റർ മൂവി തിയേറ്ററിൽ സക്സസ് ആവട്ടെ. താങ്ക് യു.